നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി ഇന്ന് ക്രിസ്മസ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും നക്ഷത്ര അലങ്കാരങ്ങളും മിഴിവേകി. ക്രിസ്മസിനെ വരവേറ്റ് കേക്ക് മുറിക്കലും കരോളും നടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളുമെല്ലാം ഒരുമയുടെ ആഘോഷങ്ങൾക്ക് വേദിയായി. ക്രിസ്മസ് ആഘോഷങ്ങളോടെയാണ് സ്കൂളുകൾ അവധിക്കായി അടച്ചത്. പാലയൂർ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഡിസംബർ 1-ാം തീയതി ദേവാലയ മുറ്റത്ത് KLM പാലയൂർ ഒരുക്കിയ നക്ഷത്രവും ക്രിസ്മസ് ട്രീയും ഉയർന്നതോടെയാണ് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്നുള്ള ദിനങ്ങളിൽ സാൻതോം കൊയറിന്റെ നേതൃത്വത്തിൽ കുടുംബ കൂട്ടായ്മകൾക്കായുള്ള ജിംഗിൾ ബെൽസ് ഹെവൻലി ഹാർമണി 2025 കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. 21-ന് തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ചാവക്കാട് നഗരത്തിലേക്ക് ബോൺ നതാലെ കരോൾ പ്രയാണം സംഘടിപ്പിച്ചു. 24 ബുധനാഴ്ച രാത്രി 9:30-ന് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴയുടെ അധ്യക്ഷതയിൽ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം ക്രിസ്മസ് കേക്ക് മുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനത്തോടെ ക്രിസ്മസ് ഈവ് ആരംഭിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റ് പാണയങ്ങാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇടവക നടത്തുകൈക്കാരൻ സേവിയർ വാഗയിൽ, ജസ്റ്റിൻ ബാബു, ഷാജു ചെറുവത്തൂർ, എൽസ ജോസ്, ഷോബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. KLM പാലയൂരിന്റെ നേതൃത്വത്തിൽ 100 ക്രിസ്മസ് കിറ്റുകൾ വിതരണം ചെയ്തു. യൂത്ത് CLC പാലയൂരിന്റെ നേതൃത്വത്തിൽ നാനോ പുൽക്കൂട് മത്സരവും കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ നക്ഷത്ര മത്സരവും KCYM പാലയൂരിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഭവനങ്ങളിൽ ക്രിസ്മസ് പുൽക്കൂട് മത്സരവും ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ട്രീയും സംഘടിപ്പിച്ചു. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി ക്രിസ്മസ് ട്രീയും പാലൂർ ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. മാതൃവേദിയുടെ നേതൃത്വത്തിൽ ലക്കി ചൈൽഡ്, ലക്കി മദർ നറുക്കെടുപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് ഇടവകയിലെ വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പുൽക്കൂടും കാണികൾക്കായി തുറന്നുകൊടുത്തുകൊണ്ട് 11:30-ന് ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചു. തിരുകർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം നൽകി. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻറ്റ് പാണയങ്ങാടൻ, ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം TOR എന്നിവർ സഹകാർമ്മികരുമായി. തുടർന്ന് നോമ്പുവീടൽ സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ ഹൈസൺ PA, ഫ്രാൻസി ചൊവ്വലൂർ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, സെക്രട്ടറിമാരായ ജോയ് ചിറമേൽ, പിയൂസ് ചിറ്റ്ലപ്പള്ളി, PRO ജെഫിൻ ജോണി, കേന്ദ്ര സമിതി കൺവീനർ ഫിലിപ്പ് CT, വിവിധ ഭക്ത സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. തൃത്താല മലമക്കാവ് താലപ്പൊലിക്കുന്നിലെ വീട്ടിൽ മോഷണശ്രമം. കുണ്ടിൽ കുളങ്ങര മണികണ്ഠന്റെ വീട്ടിലാണ് രാത്രി 1:30-ഓടെ മോഷണശ്രമം നടന്നത്. മണിയുടെ ഭാര്യയും മക്കളും കിടന്നിറങ്ങുന്ന മുറിയുടെ ജനലിലൂടെ മോഷ്ടാവ് കൈ കടത്തിയതോടെ കുട്ടിയുടെ ദേഹത്ത് കൈ തട്ടിയതിനെ തുടർന്ന് കുട്ടി ഉണർന്ന് കരയുകയായിരുന്നു. ഇതോടെ വീട്ടുകാരും ഉണർന്നു. തൃത്താല പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ പതിഞ്ഞ മോഷ്ടാവിനെ പിടികൂടുവാൻ അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് സിദ്ദിഖ് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് കാൽനട യാത്രികനായ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. 7-ാം ക്ലാസ് വിദ്യാർത്ഥി ബേബി റോഡ് പുഴങ്ങര ഇല്ലത്ത് ബാദുഷ മകൻ സാബിത്തിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അപകടമുണ്ടായത്. കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ സാബിത്തിനെ ഇതുവഴി വന്ന കാർ ഇടിച്ച് തെറിപ്പിച്ച് മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ മതിൽ തകർന്നു. പരിക്കേറ്റ സാബിത്തിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മതസൗഹാർദ്ദ സന്ദേശത്തിന്റെയും മാനവികത വിളിച്ചോതിക്കൊണ്ട് പെരുമ്പിലാവ് പുത്തൻകുളം ടീച്ചർ നഗറിൽ മംഗലത്ത് ടോംസ് M കുര്യന്റെ വീട്ടിലെത്തിയ ക്രിസ്മസ് കരോളിന് വിവിധ മതസ്ഥരായ പരിസരവാസികൾ ചേർന്ന് സ്വീകരണമൊരുക്കി. കുന്നംകുളത്തെ മാർ ജോസഫ് കാൽഡിയൻ ചർച്ചിന്റെ നേതൃത്വത്തിലായിരുന്നു കരോൾ ഒരുക്കിയത്. ഇടവക വികാരി ഫാദർ റിനോജ് ഡേവിസ് M ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് ഗായക സംഘങ്ങൾ ഒരുക്കിയ വാദ്യമേളങ്ങളുടെ മേളവിസ്മയവും കരോൾ ഗാനങ്ങളും നാട്ടുകാർക്ക് കൗതുകമായി. ചുമലിൽ സഞ്ചിയിൽ നിറയെ സമ്മാനങ്ങളുമായി സാന്താക്ലോസും സംഘത്തെ അനുഗമിച്ചിരുന്നു. കരോൾ സംഘത്തെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളായ MK ഷഹരിയാർ, അമൽ നീരദ് എന്നിവർ ചേർന്ന് വീടുകളിലും വഴിയോരങ്ങളിലും നക്ഷത്രവിളക്കുകളും പുൽക്കൂടുകളും ഒരുക്കിയിരുന്നു. സന്ദർശനം നടത്തിയ ടോംസിന്റെ വീട്ടിൽ കുടുംബാംഗങ്ങളായ സാലി ടീച്ചറും ഹാഷ്ലിയും ആഷിഫും കരോൾ സംഘത്തിനും നാട്ടുകാർക്കും ഉൾപ്പെടെ സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സഹവികാരി ഡീക്കൻ ഡോൺ സോളമൻ, കൈക്കാരൻ ജോൺ തോമസ്, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ജോൺ തോമസ്, ബാബു ആലപ്പാടൻ, ക്രിസ്മസ് കരോൾ കൺവീനർ വിപിൻ ഫ്രാൻസിസ്, വുമൺസ് അസോസിയേഷൻ സെക്രട്ടറി മെസ്മി മനോജ്, സൺഡേ സ്കൂൾ പ്രധാന അധ്യാപിക ജിസ മനോജ് തുടങ്ങിയവരും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും സഭാവിശ്വാസികളും കരോളിൽ പങ്കെടുത്തു.
എടക്കഴിയൂർ പഞ്ചവടി ക്ഷേത്രത്തിന് സമീപം വീട്ടിൽ നിന്നും അണലിയെ പിടികൂടി. പഞ്ചവടി കറുപ്പം വീട്ടിൽ ഉസ്മാന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വീടിന്റെ വാതിലിന് സമീപം കിടക്കുകയായിരുന്ന പാമ്പിനെ കണ്ട് വീട്ടുകാർ ഭയന്ന് അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിവരം അറിയിച്ചതനുസരിച്ച് സ്നേക് റെസ്ക്യൂവർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിലെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഫ്ലോട്ടിംഗ് പുൽക്കൂട് ശ്രദ്ധയാകർഷിച്ചു. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് സ്പെഷ്യൽ ഫോട്ടോ സ്പോട്ട് ഒരുക്കിയിരുന്നു. കൈക്കാരന്മാരായ KA ബേബി, MK ജോഷി, KA രാജു, ജോയ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും തിരുപ്പിറവി ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റലപ്പള്ളി കാർമ്മികനായി. തുടർന്ന് നവജാതനായ ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം പ്രദക്ഷിണത്തോടെ പുൽക്കൂടിൽ സ്ഥാപിച്ച് ആശീർവദിച്ചു. കൈക്കാരന്മാരായ ജോഷി തേർമേടം, അനുജിത് ചിറ്റലപ്പള്ളി, ജോർജ് വാഴപ്പള്ളി, റിൻഡോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആളൂർ യുവജന സമാജം വായനശാലയിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രഭാഷണം സംഘടിപ്പിച്ചു. പുതുകാലത്തെ വായനയും എഴുത്തും എന്ന വിഷയത്തിൽ തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും എഴുത്തുകാരനുമായ പ്രൊഫസർ M ഹരിദാസൻ പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് ഡോക്ടർ വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മിനി ജയൻ, വായനശാല സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഗംഗാധരൻ മാസ്റ്റർ, പ്രോഗ്രാം കൺവീനർ രമേശ് പാമ്പുപടിക്കൽ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള എറണാകുളം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി നടത്തിയ ക്രിസ്മസ് കരോൾ വർണ്ണാഭമായി. ചാലിശ്ശേരിയിൽ നിന്നും കച്ചവടവുമായി എറണാകുളത്തെത്തിയ 28ഓളം കുടുംബങ്ങൾ ചേർന്നാണ് കരോൾ ആഘോഷം നടത്തിയത്. കുടുംബ യൂണിറ്റ് യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി എറണാകുളം, വടുതല, കണ്ടനാട്, അയ്യപ്പൻകാവ്, കാക്കനാട്, ഇടപ്പള്ളി, കളമശ്ശേരി തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ അംഗങ്ങളുടെ വീടുകളിലെത്തി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. ക്രിസ്മസ് പാപ്പമാർ മധുര വിതരണവും നടത്തി. ചൊവ്വാഴ്ച രാത്രിയിൽ നടന്ന കരോൾ സമാപനം വൈസ് പ്രസിഡന്റ് PK ജിജു ഉദ്ഘാടനം ചെയ്തു. മധുര വിതരണവും സ്നേഹവിരുന്നുമുണ്ടായി. പരിപാടികൾക്ക് വൈസ് പ്രസിഡന്റ് PK ജിജു പുലിക്കോട്ടിൽ, സെക്രട്ടറി PK ഷാമു, ട്രഷറർ AI ഡേവിസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M കുഞ്ഞുമുഹമ്മദ് നിര്യാതനായി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച കുഞ്ഞുമുഹമ്മദ് പിന്നീട് 30 വർഷക്കാലം പ്രവാസിയായിരുന്നു. KMCC അബുദാബി തൃശൂർ ജില്ലാ പ്രസിഡന്റ്, അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ മാനേജിംഗ് കമ്മിറ്റി സാഹിത്യ വിഭാഗം സെക്രട്ടറി എന്നീ നിലയിൽ പ്രവർത്തിച്ചു. അസുഖബാധിതനായി നാട്ടിൽ വിശ്രമജീവിതം നയിക്കുമ്പോഴും മതസാമൂഹിക രംഗത്ത് സജീവമായിരുന്നു. എടക്കഴിയൂർ ജുമാഅത്ത് മാനേജിംഗ് കമ്മിറ്റി മെമ്പർ, അൻസാറുൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. സമീഹ ഭാര്യയാണ്. ഫഹദ്, ഫുവാദ്, ഫാദി എന്നിവർ മക്കളാണ്. ഖബറടക്കം എടക്കഴിയൂർ പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ചെമ്മണ്ണൂർ പരേതനായ കൊഴപ്പാമഠത്തിൽ ചന്ദ്രൻ ഭാര്യ മദിലാസ ടീച്ചർ നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് വീട്ടുവളപ്പിൽ നടത്തും. ഇരിങ്ങപ്പുറം SMUP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയാണ്. ദീപക്, അഖിൽ എന്നിവർ മക്കളാണ്. പഴഞ്ഞി അയനൂർ പരേതനായ ചീരൻ ചാക്കുണ്ണി മകൻ ജോസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തും. ജമീല ഭാര്യയും ലിജോയ്, റിജോയ് എന്നിവർ മക്കളുമാണ്. മുൻകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും കർഷക തൊഴിലാളിയുമായ പെലക്കാട്ടുപയ്യൂർ കണ്ണഞ്ചേരി കുട്ടാപ്പു മകൻ കുഞ്ഞുമോൻ നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് കോട്ടപ്പടി ശ്മശാനത്തിൽ നടക്കും. പരേതയായ അമ്മിണിയാണ് ഭാര്യ. ഉണ്ണികൃഷ്ണൻ, ജയൻ, സുമതി, സതി എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.